കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് പാചക വീഡിയോ ഇടുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയുടെ താഴെ ഒരാൾ എന്നോട് കമൻ്റ് ഇട്ട് ചോദിച്ചു, "എന്താ ഇപ്പം കുക്കിംഗ് വീഡിയോ ഒന്നും ഇടാത്തതെന്ന്?" എന്നാ പിന്നെ പഴയതാണെങ്കിലും കുക്കിംഗ് ആണല്ലോ, വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലത്തേടെ നമ്മൾ 2 ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ക്യാരറ്റ് പുട്ടാണ്. അപ്പോൾ അത് അങ്ങോട്ട് വേവാൻ ആവിയിലോട്ട് വെച്ചിട്ട് നമ്മൾ അടുത്ത ഐറ്റം എടുക്കുന്നുണ്ട്. അത് മോനുകുട്ടൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് കേട്ടോ. വേറൊന്നുമല്ല, റാഗിയാണ്. 1, 2 സ്പൂൺ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. മധുരത്തിന് ശർക്കരയാണ് ചേർത്തത്. റാഗി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുവേ. പിന്നെ ഇത് അധികം കുറുകുന്നതിന് മുമ്പ് തന്നെ ഞാൻ 1 ഗ്ലാസ് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. മോനുകുട്ടന് കഴിക്കാനുള്ളത് കുറുക്ക് പരുവത്തിലൊക്കെ ആക്കി കുറച്ച് നെയ്യൊക്കെ ചേർത്ത് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് വിളമ്പി വയ്ക്കുന്നുണ്ട്. തണുക്കണമല്ലോ. ഈ കുറുക്കും പായസമൊക്കെ നമ്മൾ കൊതി പിടിച്ച് ചൂടോടെ കഴിക്കാനൊന്നും നോക്കിയിട്ട് കാര്യമില്ല. വെറുതെ വാ പൊള്ളിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ചൂടാറിയിട്ട് മോനുകുട്ടൻ കഴിക്കട്ടെ എന്നോർത്തു. അപ്പോഴത്തേക്കും ദേ വന്നു. ഇനിയിപ്പോൾ അത് കഴിച്ചിട്ട് അതിനെപ്പറ്റിയുള്ള അഭിപ്രായമൊക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമുള്ളൂ. അപ്പോഴത്തേക്കും പുട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ പുട്ടിന് വേണ്ടിയിട്ട് ഇന്ന് പ്രത്യേകം കറികളൊന്നും ഉണ്ടാക്കുന്നില്ല. 2, 3 പപ്പടം ഇരിപ്പുണ്ട്. അതെടുത്ത് കാച്ചി വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും മോനുകുട്ടൻ്റെ സ്കൂൾ ഓട്ടോ വന്നു. അവൻ സ്കൂളിലോട്ട് പോയി. ഇനിയിപ്പോൾ എനിക്ക് കഴിക്കാനുള്ള സമയമാണ്. പുട്ടും 2 പപ്പടവും എടുക്കുന്നുണ്ട്. ചായയ്ക്ക് പകരം ഇന്ന് റാഗിയാണ് എടുത്തിട്ടുള്ളത്. റാഗിയുടെ റെസിപ്പികളിൽ ഏതെങ്കിലും ഒരാളേലും വന്ന് കമൻ്റ് ഇടും റാഗി ഇഷ്ടമല്ല എന്നുള്ളത്. ഇവിടെ പക്ഷേ റാഗിയോട് അത്ര വിരക്തിയൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടമാണ്. റാഗി കൊണ്ടുള്ള വിഭവങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണെന്ന് കമൻ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ.